ഹലോ മക്കൾസ്, നമ്മുടെ ഓണപരീക്ഷയ്ക്ക് തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ട ഒരു ചോദ്യമാണ് റിസൾട്ടന്റ് ഫോഴ്സ്, പരിണിത ഫലം. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുക. നമുക്ക് ചിത്രത്തിന് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഇവിടെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് മാസൊക്കെ തരും, 10 കിലോഗ്രാം 20 കിലോഗ്രാം തരും. അതിലേക്കൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. പകരം ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുക്കുന്ന ഫോഴ്സും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് F1 ആണെങ്കിൽ ഇത് F2 ആയിരിക്കും. അപ്പൊ ചില കുട്ടികൾ വിചാരിക്കും, സാറേ ഇപ്പുറത്തെ F1 ആയാൽ ഒരു കുഴപ്പമില്ല, അപ്പൊ ഇപ്പുറത്തെ F2 ആയിട്ട് എടുക്കണം. റിസൾട്ടന്റ് ഫോഴ്സ് കാണാൻ ഇക്വേഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. F=F1 + F2. F1 പോസിറ്റീവ് ആണെങ്കിൽ F2 നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് ഇതിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കതാ. ഒരു ചിത്രത്തിനകത്ത് നോക്കൂ. ഒരു കുട്ടി ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, വെസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ നമുക്ക് F1 ആയിട്ട് എടുക്കാം, രണ്ടാമത്തെ നമുക്ക് F2 ആയിട്ട് എടുക്കാം. ആദ്യത്തെ പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. രണ്ടാമത്തെ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇക്വേഷൻ F=F1 + F2, അതായത് 100 + -100, അതായത് 100 - 100 എന്ന ആൻസർ എത്ര കിട്ടി? 0 കിട്ടി. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ഈ വസ്തു ചലിക്കോ? ഇല്ല, നിശ്ചലാവസ്ഥയിലായിരിക്കും, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരിക്കും ഓർത്തിരിക്കാം. രണ്ടാമത്തെ അതേ ചിത്രത്തിനകത്ത് ഞാൻ വ്യത്യസ്ത സംഖ്യകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ കുട്ടി എന്ത് ചെയ്തു? 150 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. രണ്ടാമത്തെ കുട്ടി 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ F1ഉം F2 നമുക്ക് കിട്ടി. ആദ്യത്തെ നിങ്ങൾ പ്ലസ് ആയിട്ട് എടുത്താൽ, പോസിറ്റീവ് ആയിട്ട് എടുത്താൽ, രണ്ടാമത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ, എന്താണ് ഇക്വേഷൻ? F=F1 + F2. F1 150 ആണ്, പ്ലസ് F2 എന്ന് പറഞ്ഞാൽ -100 ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 150 - 100 = 50 ന്യൂട്ടൺ. അപ്പൊ ഇവിടെ റിസൾട്ടന്റ് ഫോഴ്സ് ഒരു സംഖ്യ വന്നുകൊണ്ട് ഈ വസ്തു എപ്പോഴും എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. ഏത് ഡയറക്ഷൻ ചലിക്കുന്നു? എങ്ങോട്ടാണോ കൂടുതൽ ഫോഴ്സ് കൊടുത്ത ആ ഡയറക്ഷൻ. അപ്പൊ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് എന്തെങ്കിലും ചലിക്കുന്നു. മക്കളെ, ഇതേപോലുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി വരുന്ന ഓരോ ക്ലാസ്സുകളും വൃത്തിയായിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ കാണുക. അപ്പൊ നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ അടിപൊളിയാക്കാം. ഓക്കെ.